രുചിമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മിത. ഞാൻ മഞ്ജു. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കീമയാണ്. അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം പറ്റിയൊരു കറിയാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കീമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മുട്ട എടുക്കാം. അത് നമുക്ക് പുഴുങ്ങിക്കൊണ്ടുവരാം. ഇനി പുഴുങ്ങി വെച്ച മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് 3 സവാളയാണ്. നമുക്കത് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം. 2 തക്കാളി കൂടി എടുക്കാം. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് 1 കുറി ക്യാപ്സിക്കം കൂടി ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് കൊണ്ടുവരാം. മുട്ടക്കീമയ്ക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. മഞ്ഞപ്പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. പൊടിയുടെയും കൂടി പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അര സ്പൂൺ ഗരം മസാലയുടെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഓരോ പൊടികളും ചേർക്കുമ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് മൂക്കണ്ട. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട്, ഞങ്ങളിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടക്കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. താങ്ക് യു.